ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നാന്ന് വെച്ചാലേ കഴിഞ്ഞ ദിവസം ഞാൻ പറ്റിയാന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട്, പനി കുറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പനിയൊക്കെ കുറഞ്ഞു, എന്നാലും ശരിയായിട്ടില്ല, എന്നാലും കുറഞ്ഞു. ശ്വാസമുട്ടിൻ്റെ അസുഖം ഉള്ളത് കൊണ്ടാണ് ഈ ചുമ ഇങ്ങനെ നിൽക്കുന്നത്. ശ്വാസമുട്ട്. അപ്പോൾ അതുള്ളത് കൊണ്ട് നമുക്ക് ചുമ വന്നു കഴിഞ്ഞാൽ മാറത്തില്ല. എന്നാൽ ഈ സ്വരം അടച്ചിരിക്കുന്നുണ്ട്, നമുക്ക് എപ്പോഴും അസുഖമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ നൈറ്റ് തയ്ക്കുക, നൈറ്റി ഇന്നലെ നൈറ്റി മിന്നുകെട്ടിന്റെ നൈറ്റി ആയതേ. പക്ഷെ ഒരുപാട് പൈസ ഒന്നും കിട്ടത്തില്ല, ഒരെണ്ണത്തിന് 20 രൂപ കിട്ടത്തുള്ളൂ. നേരത്തെയൊക്കെ 15 രൂപയ്ക്ക് ആൾക്കാർ തയ്ച്ചോണ്ടിരുന്നത്. ഞാൻ ഇപ്പൊ അതിന് 20 രൂപ ആയിട്ടുണ്ട്. വീട്ടിൽ ഇരിക്കുമല്ലേ, എന്തെങ്കിലും ഒരു മാർഗം കിട്ടുവാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് ഓർത്തോണ്ടാണ് ഞാനിപ്പോൾ ഈ ചെറിയതായിട്ട് ഒരു ദിവസം അല്ല, ഒരു പ്രാവശ്യം വരുന്ന 50 വരും. അതിട്ട് ചേച്ചി 10-12 ചേച്ചി എടുത്ത് തരുന്നു. അപ്പോൾ ചേച്ചി 10-12 പേര് ആരുടെയും കയ്യിലും കൊടുത്ത് തയ്ക്കും. പക്ഷെ എനിക്കും കുറച്ച് തരും തയ്ക്കാനാണ്. 25 അല്ല, തയ്ച്ചില്ലെങ്കിൽ ഞാൻ തയ്ച്ചു കൊടുക്കണം. 50 എടുത്തേലും ബാക്കി തയ്ച്ചില്ലെങ്കിൽ തയ്ച്ചു കൊടുക്കണം. 20 രൂപ വെച്ച് നോക്കണം എത്ര ദിവസം. ഞാനും ഒരു 6-7 നോക്കിയാൽ ഒരു ദിവസം 6 തയ്ക്കില്ല. മിന്നുകെട്ടിൻ്റെയൊക്കെ ആണെങ്കിൽ ഒരു 5 അതിൽ കൂടുതലൊന്നും തയ്ക്കുന്നില്ല. നമ്മളെ ഈ മെഷീനിൽ ഇങ്ങനെ ചവിട്ടി ഇരുന്ന് തയ്ക്കണം. പക്ഷേ പവർ മെഷീനിലൊക്കെ തയ്ക്കുന്നവർക്ക് തയ്ക്കുമായിരിക്കും. ഞാൻ തയ്ക്കും, നല്ല എക്സ്പേർട്ടുകൾ കാണുമായിരിക്കും. അവർ തയ്ക്കില്ലെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അവർ തയ്ക്കും. അപ്പൊ ഞാൻ രാവിലെ ഒരു 10 മണി തൊട്ട് തുടങ്ങിയാൽ രാത്രി 10 മണി വരെ ഇരുന്നാലേ ചിലപ്പോൾ 5 ഒക്കെ തയ്ക്കുന്നുള്ളൂ. ഈ പൈപ്പിംഗ് നൈറ്റ് ആകുമ്പോഴത്തേനും നമ്മുടെ ഈ സൈഡിൽ കൂടെ ഉള്ള പൈപ്പിംഗ് എല്ലാം വരണം. അതിന്റെ ഇടയ്ക്ക് അതിന്റെ കഴുത്ത് പുറകുവശം എല്ലാം നമ്മൾ റെഡിമെയ്ഡ് അല്ലേ തയ്ക്കുന്നത്. അപ്പൊ അത് അവർ നോക്കൂലോ, ഈ കടക്കാർ കൊണ്ടുപോകുമ്പോൾ നോക്കത്തില്ലേ. അതിന്റെ മിസ്റ്റേക്കുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ അവർ നോക്കും. അത് നോക്കിയിട്ട് അത് കൊള്ളു, ശരിയായെങ്കിൽ മാത്രമേ അവർ നമുക്ക് തയ്ക്കാൻ പിന്നെയും തരത്തുള്ളൂ. എന്തെങ്കിലും എന്തെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടട്ടെ. മൊബൈലാണേലും നമുക്ക് ഫോണിനകത്ത് വീഡിയോ ഇടാനാണേലും പോലും പൈസ ഇടാതിരുന്നാൽ നടക്കുകയല്ല. നമുക്ക് വൈഫൈ അങ്ങനെയുള്ള അടുത്തൊന്നും അവരുടെ അടുത്തൊന്നും എടുക്കാനില്ല. നമ്മളിപ്പോൾ മൊബൈലിനകത്ത് ഈ 299 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് കഴിയുമ്പോൾ 1.5 GB അല്ലേ കിട്ടുന്നത്. അതിൻ്റെ അകത്ത് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇടുകയും ഒക്കെ ചെയ്യുന്നത്. അതിന് അപ്പോൾ ചിലപ്പം ഒരു 2 മിനിറ്റ് 3 മിനിറ്റത്തെ വീഡിയോ ഒക്കെ ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ കീറുന്നത്. എക്സ്ട്രാ ആയിട്ട് നമുക്ക് ചെയ്ത് വെക്കാറുണ്ട്. നമുക്കിപ്പോൾ അങ്ങനെയൊന്നും ഉള്ള സാമ്പത്തിക ശേഷിയൊന്നും നമുക്കില്ല. ഈ ഉള്ളത് കൊണ്ട് എങ്ങനെയാലും അന്നേരം നമുക്കിപ്പോൾ ചേട്ടൻ മാത്രമല്ലേ പണിയാൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും കൂടെ അതിൻ്റെ അകത്തുനിന്ന് പൈസ എടുക്കണ്ടല്ലോ എന്ന് ഓർത്താണ്. ഇങ്ങനെയാണേലോ ഒരു തൊഴിൽ, ഒരു കുറച്ചൊക്കെ നമുക്ക് അറിയാലോ. നമ്മൾ ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടാണെങ്കിൽ നമ്മൾ തയ്ച്ചു കൊടുക്കുകയാണെങ്കിൽ തയ്ച്ചു റെഡിമെയ്ഡ് ആയിട്ടാണെങ്കിലും നമുക്ക് 20 രൂപ വെച്ച് കിട്ടുവാണെങ്കിൽ ഒരു 10 കുറച്ചൊക്കെ തയ്ക്കുവാണെങ്കിൽ നമുക്കൊരു മൊബൈൽ മാസത്തിൽ റീചാർജ് ചെയ്യാനൊക്കെ അതിൻ്റെ അകത്ത് പൈസ എടുക്കണ്ടല്ലോ എന്നൊക്കെ ഓർത്താണ് ഞാൻ ഇത് തയ്ക്കുന്നത്. പറ്റിയല്ലാതെ നിന്നപ്പോഴും തയ്ക്കണം വന്നു. അങ്ങനെ തയ്ച്ചോണ്ട് കഴിഞ്ഞപ്പോഴാണ് അതിന് ദിവസം പനിയാന്ന് പറഞ്ഞു തയ്ച്ചില്ല. അന്ന് തയ്ച്ചത് ഭയങ്കര ക്ഷീണമായിരുന്നു. ഇപ്പോഴത്തെ പനി വരുമ്പോൾ ഭയങ്കര ക്ഷീണമാണല്ലോ. പിന്നെ ഈ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ താമസിക്കുന്നിടം നല്ല ഒരു നമ്മൾ വാടകയ്ക്കാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. താമസിക്കുമ്പോൾ നന്നായിട്ട് പൈസ കൊടുക്കുന്ന ദിവസം നനയാതെ ഏത് സമയം വണ്ടി കയറി പോകുന്നുണ്ട്. ഭയങ്കര സൗണ്ടാണ് എപ്പോൾ നോക്കിയാലും. താമസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. നമ്മൾ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ തന്നെ അത് നനയാതെ കിടക്കുന്ന ഒരു വീട്ടിലാണ് വാടകയ്ക്ക് താമസിക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ ആരുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്നുള്ള കാര്യം അവർക്ക് എന്നെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്ക് അറിയുള്ളൂ. അല്ലാതെ ഞാൻ ആരുടെയാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ കാരണം കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ട്. എന്നെ അറിയാവുന്നവർക്ക് മനസ്സിലാക്കിയാൽ മതി. ഞാൻ എന്ത് ചെയ്തതാണ് കൊള്ള കൊണ്ട പണിത് വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഏത് പൊട്ടനാ പണിതേന്ന് ചെയ്തു. അതായത് ഈ ആസ്പെറ്റാസത്തിന്റെ പാത്തി എവിടെയാണോ അവിടെ തുളച്ചേക്കുക. എന്നിട്ട് അതിന്റെ ചോട്ടിലാണ് കോഴിൽ കൊണ്ട് വെച്ചേക്കുന്നത്. അണ്ട് ആ ഒരു പാത്തിയെന്ന് അങ്ങ് മണ്ടേന്ന് തൊട്ട് ഒഴുകി വരുന്ന വെള്ളം മൊത്തം ആ പോക്കോട്ടിലേക്കൂടെ ഒഴുകി പെരക്കകത്ത് ചാടുക. അടുപ്പ് കത്തിക്കാൻ നിർവാഹമില്ല. എന്തോ കാരണം കൊണ്ട് നനഞ്ഞ് തീ കത്താതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്ത് കുറച്ച് കയ്യിലൊക്കെ കല്ലൊക്കെ പെറുക്കി കയ്യാല പോലെ കെട്ടി അതിന്റെ പൊക്കത്തൊരു അടുപ്പ് ഉണ്ടാക്കിയതുകൊണ്ട് കഞ്ഞി വെച്ച് കുടിച്ച് കിടക്കുന്നു മഴയത്ത്. മഴ പെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. മഴ പെയ്തു പോയാൽ നനവെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആകെന്ന് പറഞ്ഞാൽ അതൊന്നും മേഞ്ഞു തരാന്. അവരത് പറഞ്ഞാൽ മേഞ്ഞു തരാവേ എന്ന് പറയും. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പിന്നെ ഒരു വന്ന് താമസിച്ചപ്പോൾ നമ്മൾ ഓർത്തു, അയ്യോ നല്ല പെരയല്ലേ, വഴി സൈഡല്ലേ, എന്നെ സൗകര്യമാ, വെള്ളത്തിന് വെള്ളമുണ്ട്, സൗകര്യമായിട്ട് റോഡ് സൈഡ് എന്നൊക്കെ. വേനലായിരുന്നു വന്നപ്പോൾ. അത് കഴിഞ്ഞ് മഴ അങ്ങ് തുടങ്ങിയപ്പോഴത്തേനും വീതം മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പഴയ ഷീറ്റ് എടുത്ത് അവർ മേഞ്ഞേക്കുന്നത്. അപ്പൊ അതിന്റെ ഈ ആണിത്തോടെ കൂടെ എല്ലാം വെള്ളം ചാടും. ഒരു മുറി ചുമ്മാ അവിടെ ഇട്ടേക്കുക, ചുമ്മാ കിടക്കുക. അതിനകത്ത് ചുമ്മാ തുണി വിരിച്ചിട്ടേക്കുക. അതിനകത്താണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അഭിഷേകമാണ്. അങ്ങനെയാണ് ഇവിടെ ഞങ്ങൾ കിടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, വേറെ ഒരു വീടിലോട്ട് മാറണമെന്നുണ്ട്, അതിനുള്ള സാഹചര്യവും ഇല്ല. എന്നെ ചെയ്യുന്ന ഗതികെട്ടവൻ എവിടെ ചെന്നാലും ഗതികേടാന്ന് പറഞ്ഞ പോലെ തന്നെയാണ്. കാരണം ആ 3500 രൂപ കൊടുത്ത് മുകളിലൊരു സ്ഥലത്ത് കിടന്നത്. ആ 3500 രൂപ കൊടുത്ത് അവിടെ കിടന്നപ്പോ എന്നാ ടെറസേന്നുള്ള വെള്ളം മൊത്തം രാവിലെ ആകുമ്പോൾ പെരിക്കകത്ത് കിടക്കുക. പനിച്ചിറങ്ങി ഇങ്ങനെ കെട്ടി കിടക്കും വെള്ളം.
പിന്നെ ബാത്റൂമിന്റെ അകത്ത് കയറാൻ നിർവാഹമില്ല. ബാത്റൂമിന്റെ അകത്താണെങ്കിൽ ഭയങ്കര ഞാഞ്ഞൂലിന്റെ ശല്യമായിരുന്നു. അത് പിന്നെ നമുക്ക് മരുന്ന് വെച്ച് എങ്ങനെ ചെയ്യുക, അത് വെള്ളം തന്നെ ചെയ്യാൻ പറ്റും. അത് കാരണമാണ് അവിടുന്ന് ഞങ്ങൾ വേറെ വീട് നോക്കി ഇങ്ങോട്ട് വന്നത്. അപ്പം 3500 രൂപ കൊടുക്കണ്ടല്ലോ, 1000 രൂപ കുറഞ്ഞ് കിട്ടുമല്ലോ എന്ന് ഓർത്തോണ്ട് 2500 രൂപയ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോ ഈ മറ്റേ പട മേടിച്ച് പന്തളത്തിൽ നിന്നപ്പം അവിടെ പന്തംകുളത്തി പട എന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു ഉപ്പ് അവസ്ഥ. പിന്നെ ഇവിടെ താമസിക്കാൻ വന്നപ്പം ആൾക്കാർ പറഞ്ഞു, എന്തിനാ മോനെ അവിടെ പോയി, അവിടെ താമസിച്ചാലും കൊള്ളത്തില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് അറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ തൊട്ട് അസുഖം, എല്ലാവർക്കും അസുഖം. എന്താ ചോദിച്ചാൽ എന്റെ അസുഖം അങ്ങ് ഭേദമായി കഴിഞ്ഞ് നേരം കഴിയുമ്പോഴത്തേനും അടുത്ത ആൾക്കും, അടുത്ത ആളുടെ അസുഖം അങ്ങ് ഭേദമായി കഴിയുമ്പോഴത്തേനും വേറെ ആൾക്ക് തുടങ്ങും. അങ്ങനെ ഒരു ഒരു ദിവസം പോലും അസുഖം ഇല്ലാത്ത ദിവസമല്ലേ. ഇപ്പൊ എനിക്ക് ഇവിടെ വന്ന അത്ര വലിയ ശ്വാസമുട്ടുകളൊന്നും എനിക്കില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ശ്വാസമുട്ട് പിന്നെ തുടങ്ങി. ഞാനവിടെ ആയുർവേദ മരുന്ന് മേടിച്ച് കഴിച്ച് ശ്വാസമുട്ടൊക്കെ മാറിയതായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്താണെന്നറിയത്തില്ല, നമ്മുടെ ഈ ഓരോരുത്തർ കൊള്ളൂല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ അസുഖം മാറില്ല, അവിടെ അങ്ങനെ കിടക്കാൻ കൊള്ളത്തില്ല, അസുഖം മാറത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല, നമ്മുടെ മനസ്സിൽ അത് കയറി കിടക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല. എപ്പോൾ നോക്കിയാലും നമുക്കൊരു സമാധാനവും ഇല്ല, ഒരു മനസ്സിനൊരു സ്വസ്ഥതയില്ല. ഏത് സമയം അസുഖം. നമ്മുടെ മനസ്സ് ശരിയാണെങ്കിൽ തന്നെ നമുക്ക് അസുഖം ഉണ്ടാവില്ല എന്ന് ആൾക്കാരല്ല, നമ്മുടെ മനസ്സ് ശരിയാണെങ്കിൽ നമുക്ക് ഒരു അസുഖം ഉണ്ടാകത്തില്ല. എനിക്ക് ഒന്നും ഉണ്ടാകില്ലെന്ന്. പക്ഷെ ഇവിടെ വന്ന് ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയും, ഈ അവിടെ കിടന്നിട്ട് അത് കൊള്ളത്തില്ല, പള്ളിയുടെ സൈഡിലല്ലേ കുരിശല്ലേ കാണുന്നത്, എപ്പോഴും കുരിശല്ലേ കാണുന്നത്, അങ്ങനെ കൊള്ളത്തില്ല, ദോഷം വരുന്നു, വാസ്തു നോക്കി വെച്ചതല്ലല്ലോ, വെട്ടിക്കൂട്ട് വരെയല്ലേ, അപ്പൊ അവിടെ കിടന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളത്. ഒരു കണക്കിന് അങ്ങനെ നമ്മൾ ചിന്തിക്കാതിരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മളത് ചിന്തിക്കുന്നതോറും നമുക്ക് അസുഖങ്ങൾ മാറുന്നില്ല. അതാ ഞാൻ പറഞ്ഞ മോളിൽ കിടന്നപ്പോ വെള്ളം, നല്ല സ്ഥലത്തോട്ട് ഇങ്ങോട്ട് വന്നാൽ നല്ലതാന്നോർത്തോണ്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നം. എന്നിട്ട് ഈ മഴയത്ത് കഴിഞ്ഞ മഴയത്ത് അതിന് തൊട്ടടുത്തൊരു തേക്ക നിൽക്കും. ആ തേക്കെ എങ്ങനെ ഒടിഞ്ഞ് ചാടിയിട്ട് ആ ഷീറ്റ് പൊട്ടി ഒരാഴ്ച ഞങ്ങൾ ആ വെള്ളം നനഞ്ഞ് അടുക്കളയിൽ കഞ്ഞി കറിയും വെച്ചു. അടുക്കളയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാസ് എടുത്ത് ഇങ്ങോട്ട് അകത്തോട്ട് വെക്കാനുള്ള നിർവാഹമില്ല. ഇൻഡക്ഷൻ കുക്കർ പിന്നെ ഹാളിൽ കൊണ്ട് വെച്ചു, അതിന് ഹാളിൽ മേശപ്പുറത്ത് കൊണ്ട് വെച്ചു. ഇപ്പോഴും അവിടെ തന്നെയാ. ബാക്കിയുള്ള ഗ്യാസ് ഊറ്റി എടുത്തോണ്ട് വെക്കാൻ പറ്റത്തില്ല, കൊച്ചുള്ളത് കൊണ്ട് എപ്പോഴാണ് തുറന്നു വെക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അത് കാരണം ഗ്യാസ് ഊറ്റി ഹാളിൽ വെച്ചില്ല. ആ വെള്ളത്തിൽ നടന്ന് ആ വെള്ളത്തിൽ കൂടെ നടന്ന് കറി വെക്കുന്നത് ഗ്യാസയിലും കഞ്ഞി വെക്കുന്നത് പുറത്തും വെക്കും. അങ്ങനെ വെച്ചാണ് ഈ കഴിഞ്ഞു പോകണത്. ആൾക്കാർ നടക്കുമ്പോൾ അവള് വീഡിയോ ഇടുന്നുണ്ടല്ലോ, ചാനലിന് ഇത്രയും ഇത് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് പൈസ കിട്ടിക്കൊള്ളുന്നു. ഇന്നാളെ ഒരു ദിവസം ഏതോ ഒരു ഞാനത് ഡിലീറ്റ് ആക്കി കളഞ്ഞ മെസ്സേജ് പറഞ്ഞു, ഇനി ഏതാണ്ട് പറഞ്ഞപ്പോ ഏതാണ്ട് കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി മരുന്ന് മേടിച്ച് കൊടുക്കണ കാര്യം ഏതാണ്ട് ഒരു കമന്റ് ഇട്ടപ്പോൾ പറഞ്ഞു, ചാനലൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പട്ടുമത്തേലല്ലേ കിടക്കുന്നേ, അന്നേരം പട്ടുമത്തേ കിടക്കുന്നവർക്ക് പൈസ ഇല്ലെന്ന് പറയുന്നത് നാളെ. ഞാൻ പറയുന്നത് എന്റെ പട്ടുമത്ത ഇതൊക്കെയാണ്. എന്തെങ്കിലും പറ്റുന്നവരെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞതല്ലോ. എനിക്ക് ആ വീഡിയോ എടുത്തു തരാനോ അല്ല, ഇപ്പം നമുക്കിപ്പം ഓരോ സംഭവങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ നമുക്ക് ഒരാൾ ചെയ്ത് തരാൻ നമുക്കൊരു വീഡിയോ എടുത്ത് എന്റെ ചെറുക്കൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ അതിനകത്ത് വേറെ എന്തെങ്കിലും കാണിച്ചു നോക്കും. നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുത്ത് താടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് കറക്റ്റായിട്ട് എടുക്കില്ല, ചിലപ്പോൾ അത് റൊട്ടേറ്റ് ചെയ്തെടുക്കും. നമുക്ക് ഇതിങ്ങനെ വേറെ ആപ്പിൽ കൂടെ കയറി എന്നാൽ ഒത്തിരി ആപ്പിൻ്റെ അതോടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കോപ്പി മറ്റേ അതിൻ്റെ ആ ഇതൊന്നും മാഞ്ഞു പോകത്തില്ലല്ലോ. പിന്നെ ഇൻഷോട്ടിനകത്ത് കയറിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അത് ഫ്രീ ആയിട്ട് അതിന്റെ വീഡിയോസ് അതിന്റെ വർക്ക് മായ്ച്ച് കളയാം ഫ്രീ ആയിട്ട്, ഒരു പരസ്യം കണ്ടാൽ മതി. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. പിന്നെ പനിയുടെ കാര്യങ്ങൾ, പനിയൊക്കെ കുറഞ്ഞു വിട്ടാൽ എല്ലാവരും ചോദിച്ചവർക്കൊക്കെ എന്തായാലും എന്നെ പനി കുറഞ്ഞെന്ന് ചോദിച്ചവർക്കൊക്കെ എന്റെ ഹൃദയം നന്ദി പറയുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളോട് അങ്ങനെ ചോദിക്കാനോ കുറഞ്ഞോ വയ്യായിക മാറിയോ എന്ന് ചോദിക്കാൻ പോലും ആരും ഇല്ല. നമുക്കിപ്പോൾ ഒന്ന് വയ്യാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം വീട്ടിൽ പോയി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാനുള്ള അവസ്ഥയല്ല. പിന്നെ അമ്മയ്ക്ക് വയ്യ, അമ്മേനെ അന്നേരം ഞാൻ എൻ്റെ കൂടെ നിർത്തിക്കോ. വയ്യാതെ നടക്കുന്ന അമ്മ ഞാനിത് ചെയ്യുമ്പോഴത്തേനും ആ വെള്ളം ഉള്ള അടുക്കളയിൽ പോയി നിന്നിട്ട് കഞ്ഞി കറിയൊക്കെ വെക്കണം. ഇപ്പം തലയിൽ വെള്ളം ചാടിക്കൊണ്ടിരിക്കുക, ഓരോ ആഴത്തോളെ കൂടെ ഓരോ തുളയെ കൂടെ വെള്ളം ചാടുക. ഒരു താളിൽ ചാടി അല്ലാത്തടത്ത് ഞാൻ തുണി ഒതുക്കി വെച്ചേക്കാം. ഇനി അവർക്ക് കണ്ടു കഴിഞ്ഞാൽ പറയോ വെള്ളം നനഞ്ഞത് കരമ്പരടിക്കും. പക്ഷെ അതിലൊന്നും വെള്ളം ചാടുന്നില്ല കേട്ടോ. ഇനി ഇതിന്റെ സൈഡെല്ലാം അടിക്കണം. ഞാൻ പിന്നെ 10 ഞാൻ തയ്ച്ചു, ചുരിദാറിനായിട്ട് ഞാൻ തയ്ച്ചു വെച്ചു. 2 ദിവസം കൊണ്ട് ഞാനത് 10 തയ്ച്ചു വെച്ചു. ഇനിയിപ്പം ഇനി ഒരു 15 ഒരു 12 കൂടി ഉണ്ട്. അത് തുടങ്ങിയതേ ഉള്ളൂ, അതും തീർക്കണം. അത് കാരണമാണ് ഈ ഷോർട്സ് ഇടാനുള്ള സമയം ഇല്ല. ഷോർട്സ് ഇട്ടാലേ നമുക്ക് ഷോർട്സ് വീഡിയോ ഇട്ടാലേ നമുക്ക് ഇങ്ങനെ ഫോട്ടോ കയറി വരുക. ഷോർട്സ് വീഡിയോ ഇട്ടാലേ നമുക്ക് എന്തെങ്കിലും സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുക അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. നമ്മുടെയൊക്കെ വീഡിയോ എന്തൊക്കെയാണ്, നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർ എല്ലാം കണ്ടാലല്ലേ ഉള്ളൂ. സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക. എന്റെ പനിയൊക്കെ കുറഞ്ഞു, സ്വരമൊക്കെ ശരിയായി വരുന്നു. പിന്നെ എന്നെ എല്ലാവരും അന്വേഷിച്ചതിന് എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നു. എന്നെ അന്വേഷിക്കാനോ ഓർക്കാനോ ഒന്നും ആരുമില്ല. എന്റെ അമ്മയും എന്റെ അച്ഛനും മാത്രമേ ഉള്ളൂ. അച്ഛന് വയ്യാത്തതാ. അച്ഛനിങ്ങനെ മാനസികമായിട്ട് സൂടിയും കുറഞ്ഞു പോകണമെന്ന് അറിയത്തില്ല, ചുമ്മാ ഇങ്ങനെ തെറിയും പറഞ്ഞ് ഇങ്ങനെ നടക്കുക. വീട്ടിലായിരുന്നു ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അത് ഈ അസുഖത്തിന്റെ ആരംഭമായിരുന്നത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ അത് കാരണം ഇങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അത് കഴിഞ്ഞപ്പോൾ അമ്മേനോട് പറഞ്ഞു ഇവിടെ നിൽക്കേണ്ട, താമസിക്കേണ്ടെന്ന്. ഇപ്പൊ ഇത് അസുഖത്തിന്റെ ആയിരുന്നു നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇനിയിപ്പം
ആയിക്കോട്ടെ എന്ന് ഓർത്തത്. അമ്മയ്ക്ക് വയ്യാത്ത ആയതുകൊണ്ട് പ്രഷർ കുറയാതെ വന്നപ്പോൾ ഞാനിങ്ങ് കൊണ്ടുവന്ന. അത് കഴിഞ്ഞപ്പോൾ പിന്നെയാണ് അറിയുന്നത് പുള്ളിക്ക് സോഡിയം എന്തെങ്കിലും കുറഞ്ഞു പോകുന്നതാണോ നടക്കില്ല. ചുമ്മാ ഇങ്ങനെ രാത്രിയിലൊന്നും കിടന്നുറങ്ങിയില്ല. തെറി പറയണൊക്കെ നമ്മളവിടെ ചെന്ന് നമ്മുടെ വീട്ടിലൊന്നും താമസിക്കാൻ ചെല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് വരണ്ടെന്ന് പറയും. അതിന്റെ എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറി കിടക്കും. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ പരാതി കൊടുക്കലും തെറി പറച്ചിലും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓർത്തോണ്ട് നടക്കുക. അത് കാരണം എനിക്ക് ആങ്ങളെ ഉണ്ടായിരുന്ന ആങ്ങളെ മരിച്ചുപോയി. പിന്നെ ഉള്ളത് ഒരു ചേച്ചിയാ. ചേച്ചിയുടെ ഹസ്ബൻഡ് കിഡ്നിക്ക് കംപ്ലൈന്റ് ആയിട്ടിരുന്നിട്ട് അതും മരിച്ചു പോയിട്ട് ഇപ്പൊ 2 വർഷമായി. പുള്ളിക്കാരി അങ്ങ് വേറെ സ്ഥലത്ത് ജോലിയൊക്കെ ആയിട്ട് അവരുമായിട്ട് ഞാൻ ഇതൊന്നും ഒരു കോണ്ടാക്ട് ഒന്നും ഇല്ല. അത് ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛൻ രണ്ടാമത് കല്യാണം കഴിച്ചാലുള്ളതാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. ആദ്യം കല്യാണം കഴിച്ചാലുള്ളതാണ് ചേച്ചിയും ചേട്ടായി. അതിൻ്റെതായ ഒരു ഇത് വീണ്ടും പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാലും ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ആ ഒരു കെറുവായിട്ട് അങ്ങ് പോകും. പിന്നെ വേണ്ടാത്തൊന്നുമില്ല. കുറെ നാൾ കഴിയുമ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് പോയി. അല്ല വയ്യാതെ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ കാര്യത്തിന് കുറച്ച് ദിവസം വന്നെന്ന് ഹോസ്പിറ്റലിൽ പിന്നെ മെഡിക്കൽ കോളേജിൽ ഒന്ന് വന്ന് നിൽക്കാൻ പറഞ്ഞ് വിളിച്ചതാണ്. അന്നേരം വന്നപ്പോൾ അച്ഛൻ എന്നായിരുന്നു ഞാനായിരുന്നു ആദ്യം നിന്നപ്പം പുള്ളിക്കാരിയുടെ പേർക്ക് അച്ഛന്റെ പേർക്ക് തന്നെ എല്ലാരും ഞാൻ എന്ത് തെറി കേട്ടതാ, എന്തോരം തെറി എന്നെ പറഞ്ഞത്. ഞാൻ അച്ഛന്റെ മോളല്ലെന്ന് വരെ പറഞ്ഞതാ. പക്ഷെ എന്നിട്ട് ഞാൻ അച്ഛന്റെ കൂട്ടത്തിൽ 2-3 ദിവസം നിന്നു. ഞാൻ ഈ കുഞ്ഞു കൊച്ചിനെ എന്താവും പാലുകൂടി നിർത്തിയിട്ടില്ല. ഞാൻ ഈ കുഞ്ഞു കൊച്ചിനെ ഇട്ടിട്ടാണ് ഞാൻ അവിടെ പോയി നിന്നത്. ചേച്ചിയോട് ഒന്നൊന്ന് വന്ന് നിൽക്കാൻ പറഞ്ഞപ്പോൾ ചേച്ചിയോടെ ചേച്ചിയൊക്കെ എല്ലാം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി വന്നൊന്ന് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അന്നേരം അച്ഛൻ പുള്ളിക്കാരിന് കുറെ തെറി പറഞ്ഞു, നീ എന്നത്തിനാ ഇവിടെ വന്നേ, ഇനി വന്നു പോയേക്കരുതെന്ന് പറഞ്ഞു. അതോടുകൂടി അത് കെറുവായി. പിന്നെ പുള്ളിക്കാരി ഇപ്പൊ അപ്പന്റെ കാര്യത്തിന് നോക്കി വിളിക്കുന്നുമില്ല, പറയുന്നുമില്ല, ഒന്നുമില്ല. ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു നീ താമസിക്കുന്നിടത്ത് വരത്തില്ലെന്നൊക്കെ എന്നോട് അച്ഛൻ പറഞ്ഞതാ. പക്ഷെ ഇവിടെ വരും. ഞാനതൊന്നും മനസ്സിലൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാൻ ഭക്ഷണം കൊടുക്കും, ഇവിടെ കിടക്കുകയും ചെയ്യും. വയ്യാതെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആശുപത്രി കൊണ്ടുപോകും. ഈ പൈസ ഇല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചാണേലും തലക്കൂടെ എല്ലാം വേണം. പൈസ ഇല്ലെങ്കിൽ എവിടെ നിന്നാണേലും വായ്പ വാങ്ങിച്ച് ആശുപത്രി കൊണ്ടുപോകും. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഓട്ടോ പറ്റിയിട്ട് അത് കഴിഞ്ഞിട്ട് അത് ആശുപത്രി കൊണ്ടുപോയി ECG എക്സ്റേ എല്ലാം ചെയ്ത് ശരിയാക്കി കഴിഞ്ഞിട്ട് 2 ദിവസം നടക്കത്ത് പോലുമില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ചങ്കരവേദന എല്ലാം മാറി കഴിഞ്ഞപ്പോൾ പുള്ളി സ്ഥലം വിട്ടു. അത് കഴിഞ്ഞിട്ട് ഈയിടെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ സിറ്റിക്ക് വന്നപ്പോൾ ഒരു ജീപ്പ് തട്ടിയിട്ട് അതെങ്ങനെ തട്ടിയിടാതിരിക്കും? റോഡിന്റെ നടുക്കൂടെ നടക്കുള്ളൂ. അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഓൺ അടിച്ചാൽ ചെവി കേൾക്കുക. ചെവി വേണ്ടിയുടെ ഓൺ അടിച്ചാലും കേൾക്കുകയല്ല. അങ്ങനെയുള്ളൊരു റോഡിന്റെ നടുക്കൂടെ കയറി കഴിഞ്ഞാൽ അവർ ഓൺ അടിച്ചിട്ടാണ് പോവുകയുള്ളൂ. അതും രാത്രിക്ക് ഇറങ്ങുള്ളൂ. അത് 7 മണി 7:30 കഴിയാതെ രാത്രിക്ക് വെക്കാതെ നടക്കുള്ളൂ. അന്നേരം ഈ ഇരട്ടത്ത് ലൈറ്റ് ഇല്ലാതെ പോകുന്ന വഴിക്കട പോണ മനുഷ്യനെ കാണുമോ? ഇങ്ങനെ വളഞ്ഞ് എല്ല് പോലെ ഇച്ചിരിയേ ഉള്ളൂ. അതിന് കാലം ഒരു ഏക്കർ പോലും പോയി. 2-3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കടന്നു അവിടെ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വിളിച്ചു. പിന്നെ കാരണവന്മാരല്ലേ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റൂ? ആരും നോക്കിയില്ലെന്ന് പറഞ്ഞാലും നമ്മളെ തെറി പറഞ്ഞ് നമ്മളിപ്പോ ഇറക്കി വിട്ടു, വെറും കൈയോടെ ഇറക്കി വിട്ടേന്ന് പറഞ്ഞാലും നമുക്ക് കളയാൻ പറ്റിയല്ലോ. ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്നാണ് ഞങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്നത്. പിന്നെ ചേട്ടന് എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അച്ഛനും അമ്മയൊന്നും ഇല്ല. 3 ചേട്ടന്മാരേ ഉള്ളൂ. ആരോട് നമുക്കങ്ങനെ പിന്നെ നമുക്ക് പറ്റിയല്ലെന്ന് പറഞ്ഞാലും സഹായിക്കാനുള്ള സാമ്പത്തിക ശേഷി ഉള്ളവരൊന്നും അല്ല നമുക്ക് ചുറ്റും കിടക്കുന്നത്. അപ്പം വിളിച്ചു ചോദിക്കും എന്നെ ഉണ്ടാ പനി കുറഞ്ഞ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങളെ പോലെ ഉള്ളവരിപ്പോൾ എനിക്കിപ്പോൾ ഒന്നുമല്ല 2000 ശിഷ്ടം പേരിപ്പോൾ കൂട്ടുകാരായിട്ടുണ്ട്, നമ്മുടെ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും പേരാണെങ്കിലും നമ്മളെ കാര്യങ്ങൾ ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നതാണ് നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒത്തിരി നേരം പറഞ്ഞ് നിങ്ങളുടെ സമയം ഞാൻ ബോറടിപ്പിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ സമയം കളഞ്ഞിട്ട് വേണ്ടല്ലോ എനിക്ക്. ഞാൻ സമയം കളഞ്ഞിട്ട് എൻ്റെ പണിയും തീരത്തില്ല. അത് കാരണം ഞാൻ എൻ്റെ പണിയിലോട്ട് പോവുക. ബൈ ടാറ്റാ. നാളെ കാണാം. ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.